ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പേര് ശ്യാം. ഞാൻ എൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനലുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമോ. ഞാനിപ്പം 2-3 ദിവസമായിട്ട് ഞാൻ നിങ്ങൾ പറയുന്നത് എൻ്റെ ജോലിയുടെ പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റിൽ ഗോയിങ് ഓൺ. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ഓരോ ന്യൂസും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. വേറെ ഒന്നും ചെയ്യാനില്ലാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ ഇപ്പോഴും. അപ്പോൾ ഞാനിങ്ങനെ കണ്ട ഒരു സംഭവമാണ്, നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാവരും രേണു സുധി, ബിഗ് ബോസ്, പിന്നെ എന്താ മൃണാൾ, അങ്ങനെയൊക്കെ പുറകെ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കർണാടകയിൽ ഈ ഇടയ്ക്ക് സ്കൂളിൽ വിഷം ചേർത്തിട്ട് വെള്ളത്തിൽ വിഷം ചേർത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് ഭയങ്കര മാരകമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നശിപ്പിക്കാൻ, അതായത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്ററിനെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമസേന എന്ന് പറയുന്ന സംഘടനയിലെ 3 പേര്, അതിൽ മെയിനായിട്ടുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമസേനയുടെ പ്രസിഡൻ്റാണ്. പുള്ളിയുടെ പേര് സാഗർ പട്ടേൽ എന്നാണ്. പുള്ളി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ കയ്യിൽ വിഷം കൊടുത്ത് വിട്ട് വെള്ളത്തിൽ കലക്കി എന്നുള്ളതാണ് കേസ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും, നമ്മളെയൊക്കെ പഴയ കാലത്തൊന്നും ഇങ്ങനൊന്നും ഒരു സംഭവം ഞാനൊന്നും ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ കൂടെ മുസ്ലിംസ് ഉണ്ടായിരുന്നു, ഹിന്ദുസ് ഉണ്ടായിരുന്നു, ഞാൻ ക്രിസ്ത്യനാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മൾ ഒരു ഫാമിലി പോലെ പോയിക്കൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും ഹിന്ദു മുസ്ലിം, നീ ഹിന്ദു അല്ലേ, ഞാൻ ക്രിസ്ത്യൻ അല്ലേ, ഞാൻ മുസ്ലിം അല്ലേ എന്നുള്ളൊരു ഫീലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കേരളത്തിൽ നമ്മൾ കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തെന്ന് വെച്ചാൽ ആൾക്കാരുടെ ജീവന് പോലും വിലയില്ല എന്നുള്ളതാണ്. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി എത്രയോ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് എത്ര പേരുടെ ജീവൻ പോവും? കുഞ്ഞുങ്ങളാണ്. സ്കൂളെന്ന് പറഞ്ഞാൽ അതും LP സ്കൂളാണ്, ഗവൺമെൻറ് LP സ്കൂള്. സ്ഥലത്തിൻ്റെ പേര് ബലഗാവി എന്നുള്ള ഡിസ്ട്രിക്റ്റിൽ ഹലിക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന LP സ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്ററിനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വിഷം ചേർക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും, എനിക്കൊന്നും ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ആരും മരിച്ചതായിട്ടൊന്നും റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. അത് ദൈവഭാഗ്യമെന്ന് തന്നെ പറയാം. അത് ഹിന്ദു ദൈവമായാലും ക്രിസ്ത്യൻ ദൈവമായാലും മുസ്ലിം ദൈവമായാലും എന്തായാലും ദൈവം കാത്തു. ഇനി ദൈവം അല്ലെങ്കിൽ പോലും കാത്തു, അവർക്ക് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ കണ്ടില്ല എന്നൊരിക്കലും നടിക്കാൻ പാടില്ല. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സ് എത്രത്തോളം വിഷം, ആ വെള്ളത്തിൽ കലക്കിയതിനെക്കാട്ടിലും വലിയ വിഷമാണ് അവൻ്റെ മനസ്സിലുള്ളത്. അല്ലെങ്കിൽ അവൻ അങ്ങനെ കാണിക്കും. അതും ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ കുപ്പി കൊടുത്ത് വിടുകയാണ്. എന്താ പറയുക, വിഷക്കുപ്പി കൊടുത്തിട്ട് വെള്ളത്തിൽ ഒഴിക്കാനായിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പറ്റുമോ അങ്ങനെ? ഒരാളും എൻ്റെ കൈ കൊണ്ട്, ഇപ്പം എനിക്ക് വണ്ടി ഓടിച്ച് ആക്സിഡൻറ്റ് വന്നാൽ പോലും എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ പറയുന്നത്, എൻ്റെ കൈ കൊണ്ട് ഒരാളുടെ ജീവനോ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാവരുത്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളായാലും മറ്റൊരാളായാലും എൻ്റെ കൈ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയും കൈ കൊണ്ടോ ഒന്നും പറ്റരുതെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ചിലർക്കെന്ന് വെച്ചാൽ ആളെ ചത്താലും വേണ്ടില്ല, ഒരാളുടെ മേലുള്ള എന്താ പറയുക, ആ പക തീർക്കുക എന്നുള്ളത്. ആ പക എന്ത് പകയാണ്? അയാളൊരു മുസ്ലിമായിട്ടുള്ള ഒരാളാണെന്നുള്ള പക. അതും 13 വർഷമായിട്ട് ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്താണ് ഇവർക്ക് ഈ ദേഷ്യം. ഇതൊക്കെ വളരെ മോശമാണ്. എന്ത് പറയാൻ, ആരുടെ അടുത്തായി പറയുന്നത്? എല്ലാവരും എങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ളൊരു ചിന്ത വരുത്താതെ, ഞാനെന്തായാലും അവരുടെ 3 പേരുടെയും ഫോട്ടോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കാരണം വേറെ ഒന്നുമല്ല, ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴും ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് മനുഷ്യനായിട്ട് തന്നെ ജീവിക്കേണ്ട ഒരു സമയം വന്നുകൊണ്ടിരിക്കുക. മാക്സിമം നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കാൻ നോക്കുക. മതമൊക്കെ നല്ലതാണ്, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടും ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും തെറ്റിൽ നിന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ മതവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ ഈ ആൾക്കാരെ തമ്മിൽ കൊല്ലാനായിട്ട് ഏത് മതമാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു സാധനം വായിച്ചിട്ടുമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ആ മതം ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീരാമസേന, അതായത് ശ്രീരാമൻ്റെ പേരിലുള്ളൊരു സേനയാണ്. അത് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ വളരെ മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ശ്രീരാമൻ. ഏറ്റവും കൂടുതൽ മര്യാദയുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ പേരിലുള്ള ഒരു സേനയിൽ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഒരാൾ ഇങ്ങനെ കാണിക്കുമ്പോൾ, അതൊന്നും സത്യം പറഞ്ഞാൽ അതൊന്നും കറക്റ്റായിട്ടുള്ള സംഭവങ്ങളല്ല. നമ്മൾ മതമല്ല വേണ്ടത്, നമുക്ക് വേണ്ടുന്നത് മനുഷ്യത്വമാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. കൂടെയുള്ളവരൊന്നും ഇങ്ങനെയുള്ളവരായി തീരല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ വേറെ പല ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ.
പക്ഷേ ഒരു മതത്തിൻ്റെ പേരിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരാവരുത് നമ്മുടെ കൂടെയുള്ളവർ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ബൈ.